ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേനുള്ള ഫലമാണ്. അത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം 2 രാശികളിലായിട്ട് കിടക്കും. 1, 2, 3 പാദങ്ങൾ കുംഭം രാശിയിലും 4-ാം പാദം മീനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള രാശിയുടെ കാര്യവും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ നോക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പ്രധാനമായിട്ട് ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 വന്നു ചേരാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരവരുടെ ഏത് കാര്യത്തെക്കുറിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും പ്രത്യേകം കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അത് വെച്ച് പേരും നക്ഷത്രവും വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ആരോഗ്യപരമായ നല്ല ഒരു കാലമാണ്. വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളുമൊക്കെ അനുഭവിച്ച് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പെട്ടുകിടക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഏഴരശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ദൈവാധീനമില്ലാത്ത ഒരു കാലവും കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അത് വളരെയധികം നല്ല ഒരു അനുഭവങ്ങളെയൊക്കെ കൊണ്ടുതരുവാൻ യോഗമുണ്ട്. ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും പാരമ്പര്യമായ രീതിയിൽ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും സാധിക്കും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ നഷ്ടങ്ങൾ നികത്തുവാൻ വലിയ വലിയ ബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കുക. അതായത് കിട്ടുന്ന ശമ്പളം തികയാതെ വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഗാംബ്ലിങ്ങിന് പോയിട്ട് അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുക, ഉദാഹരണം അതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുക വഴി ധനനഷ്ടമുണ്ടാകുന്നതിനോ കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ കുടുംബജീവിതത്തിൽ ചില അലോസരതകൾ അതുപ്രകാരം ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നിയമത്തിൻ്റെ വള്ളി അതൊക്കെ കോടതി കയറുകയോ പോലീസ് സ്റ്റേഷൻ കയറുകയോ മറ്റ് ഏതെങ്കിലും കാരണവശാൽ എപ്പോഴും പിന്തുടരുന്ന ഒരു വർഷവും കൂടിയാണ് 1200 ആണ്ട് മലയാള വർഷം. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിനുണ്ടാകും. അത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം. കൊള്ളുകേലാത്ത സുഹൃത്തുക്കൾ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും മനക്ലേശം ഉണ്ടാക്കുന്നതിനും സൂചനയുണ്ട്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് പൂരുരുട്ടാതി നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷമാണ്. സുഖസ്ഥാനം, മാതൃസ്ഥാനം, അതുപോലെയുള്ള ഗൃഹം, വാഹനം അങ്ങനെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ രാശ്യാധിപൻ കൂടിയായ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ബലവും ശനിയുടെ ബലവും ചൊവ്വയുടെ ബലവും ഒക്കെ നോക്കുമ്പോൾ വളരെ അനുകൂലമാണ്. ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയെങ്കിലും ചെയ്യുന്നതിന് സാമ്പത്തികം വന്നു ചേരും. അധികം കടബാധ്യതകളില്ലാതെ കടങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വീടുന്നതിനും യോഗം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ പാസ്സാകുന്നതിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും ഇൻ്റർവ്യൂവിൽ പാസ്സായി
പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് യോഗമുള്ള ഒരു വർഷമാണ് കൊല്ലവർഷം 1200 ആണ്ട്. ഇപ്പോൾ ജോലി അലസതയൊക്കെ പെട്ട് മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ കർമ്മരംഗത്തെ ശോഭിക്കുവാനും മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാനും ഒക്കെ യോഗമുണ്ട്. ബന്ധുക്കളോട് വളരെ സൗഹൃദത്തിൽ പോകുവാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാനും ഒക്കെ ഒരു വഴി ഉള്ള ഒരു വർഷമാണ് ഈ വർഷം. പൂർട്ടാതി നക്ഷത്രം ഈ ഒരു വർഷം സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കണം. 2ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള സംസാരത്തിലെ പിഴവുകൾ മൂലം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അത് ഏത് കാര്യത്തിലായാലും. ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, എങ്കിലും പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ക്ഷമയും വിട്ടുവീഴ്ചയോടുകൂടി മുൻപോട്ട് പോയെന്നാൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനോ, ഉല്ലാസയാത്ര പോകുന്നതിനോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ, അതുപോലെ തന്നെ വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുക, പ്രത്യേകിച്ച് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, അങ്ങനെ ആഗ്രഹിച്ച രീതിയിൽ ഒക്കെ വന്നു ചേരുന്നതിനും ഈ ഒരു വർഷം യോഗമുണ്ട്. പൊതുവെ ഒരല്പം ചിലവ് ഏറിയിരിക്കുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും വരുമാനം വർദ്ധിക്കുന്നതിനുള്ള യോഗമാണ് കാണുന്നത്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കും അത് സാഫല്യം വന്നു ചേരും. പഠിക്കാൻ പോകുന്നവർക്ക്, പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ടൊക്കെ പോയാണല്ലോ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നത്. അത് ഈ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിന് ദൈവാധീനമുള്ളതിനാൽ പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനും നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ പ്രധാനമായിട്ട് ദേഷ്യമൊക്കെ എടുത്തുചാട്ടവും ഒക്കെ ഒരു അല്പം നിയന്ത്രിക്കേണ്ട ഒരു നല്ല ഒരു അനുഭവങ്ങളൊക്കെ കടന്നു വരേണ്ട ഒരു വർഷം കൂടിയാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും, അതുപോലെ തന്നെ ഉൽപ്പാദിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോ IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കോ, അതുപോലെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കുമൊക്കെ പൊതുവെ നല്ല ഒരു കാലമാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. ശമ്പള വർധനവ് ലഭിക്കുന്നതിനും യോഗമുണ്ട്. കൃഷി കാര്യങ്ങളിലും, അതുപോലെ വിദേശത്ത് പോയി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് ചില പ്രണയഭംഗങ്ങൾ ഉണ്ടാകുകയോ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും അങ്ങനെയുള്ള കാര്യത്തിൽ ആവശ്യവുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.